ഹലോ, അപ്പൊ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഓർഡറിംഗ് ഓഫ് ഫ്രാക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. സോ അതിനു മുമ്പ് തന്നെ വാട്ട് യു മീൻ ബൈ അസെൻഡിങ് ഓർഡർ ആൻഡ് ഡിസെൻഡിങ് ഓർഡർ? നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ 1 2 3 4 ഇങ്ങനെ എഴുതണേനെയാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. അതായത് സ്മോൾ നമ്പേഴ്സ് ടു ബിഗ് നമ്പേഴ്സ്, ഇതിനെയാണ് നമ്മൾ അസെൻഡിങ് ഓർഡർ എന്ന് പറയാം. അപ്പൊ ഡിസെൻഡിങ് ഓർഡർ എന്തായിരിക്കും? നേരെ തിരിച്ച് 4 3 2 1 ഇതുപോലെ ഉള്ളതിനെയാണ് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയാം. സോ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബിഗ് നമ്പേഴ്സ് ടു സ്മോൾ നമ്പേഴ്സ്. ഓക്കെ, സോ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മോൾ ടു ബിഗ്, ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ബിഗ് ടു. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അതായത് ഓർഡറിംഗ് ഓഫ് ഫ്രാക്ഷൻസ് ആയിരുന്നു. ഫസ്റ്റ് എക്സാമ്പിൾ 7/10, 9/10 ആൻഡ് 3/10. ഇത് എന്ത് ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് ആണ് ഇവിടെ? ഇതെന്ന് പറയുന്നത് ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് തന്നെ ലൈക്ക് ഫ്രാക്ഷൻസ് ആണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്തേക്കണേ. സോ നമ്മൾ എങ്ങനെയായിരുന്നു ലൈക്ക് ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യാൻ പഠിച്ചേ? ലൈക്ക് ഫ്രാക്ഷൻസ് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് തന്നെ നമ്മൾ ന്യൂമറേറ്റർ ഏതാണോ വലുത് ആ ഫ്രാക്ഷൻ ആയിരിക്കും വലുതെന്നാണ് പറഞ്ഞത്. സോ ഇവിടെ ന്യൂമറേറ്റേഴ്സ് കൺസിഡർ ചെയ്യുക. 7 9 ആൻഡ് 3 ആണ് നമുക്ക് ന്യൂമറേറ്റേഴ്സ് ആയിട്ട് കിട്ടുക. സോ ഇവിടെ ഏതായിരിക്കും ഏറ്റവും ചെറുത് വരാ? 3 ആണ് ചെറുത്, ദെൻ 7 വരും, ദെൻ 9 വരും. സോ ഇത് നമുക്ക് ഫ്രാക്ഷൻസിലേക്കായിട്ട് എഴുതുമ്പോൾ എങ്ങനെ പറയാൻ പറ്റും? 3/10 ലെസ് ദാൻ 7/10 ലെസ് ദാൻ 9/10. സോ ഇവിടെ നമ്മൾ ഏറ്റവും ചെറുത് ആദ്യവും ഏറ്റവും വലുത് ലാസ്റ്റും എഴുതിയേക്കണം. സോ ഇത് ഏത് ഓർഡർ ആയിരിക്കും? ദിസ് ഈസ് കോൾഡ് അസെൻഡിങ് ഓർഡർ. ഓക്കെ, അപ്പൊ ഡിസെൻഡിങ് ഓർഡർ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതുപോലെ എഴുതി നോക്കിയിട്ട് 9/10 ഗ്രേറ്റർ ദാൻ 7/10 ഗ്രേറ്റർ ദാൻ 3/10 എന്ന് എഴുതിയാൽ മതി. ഡിസെൻഡിങ് ഓർഡർ ആണ് ചോദിക്കണമെങ്കിൽ. ഓക്കെ, സോ ഒന്നുകൂടെ പറയാം. ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ടുള്ളതിനെയാണ് ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയാ. ഇവിടെ എല്ലാ ഡിനോമിനേറ്ററും എന്ന് പറയുന്നത് 10 തന്നെയാണ്. സോ നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യാൻ പഠിച്ചായിരുന്നു. ലൈക്ക് ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ ഏതാണോ വലുത് ആ ഫ്രാക്ഷൻ ആയിരിക്കും വലുത് വരിക. സോ ഇവിടെ നമ്മൾ ന്യൂമറേറ്റേഴ്സ് 7 9 ആൻഡ് 3 കൺസിഡർ ചെയ്യുമ്പോൾ 3 ലെസ് ദാൻ 7 ലെസ് ദാൻ 9 എന്ന് കിട്ടും. സോ നമ്മുടെ ഫ്രാക്ഷൻസ് 3/10 ലെസ് ദാൻ 7/10 ലെസ് ദാൻ 9/10 എന്ന് ആൻസർ കിട്ടും. അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ സെയിം രീതിയിൽ തന്നെ എഴുതുക. ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിൽ ഏറ്റവും വലുത് ആദ്യം എഴുതുക, ദെൻ സെക്കൻഡ് 7/10, ദെൻ 3/10 എഴുതി കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എക്സാമ്പിൾ 2 എന്ന് പറയുന്നത് 5/12, 5/11, 5/17. ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആയിട്ടുള്ളതിനെ എന്തായിരുന്നു? അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്നായിരുന്നു നമ്മൾ പറയുക. സോ ഇവിടെ നമ്മൾ 3 അൺലൈക്ക് ഫ്രാക്ഷൻസ് എടുത്തിട്ടുണ്ട്. 5/12, 5/11, 5/17. നമ്മൾ ഇത് കമ്പയർ ചെയ്യണത് ഏത് എക്സാമ്പിൾ വെച്ചിട്ടായിരുന്നു? ചോക്ലേറ്റ്സിന്റെ എക്സാമ്പിൾ വെച്ചിട്ടായിരുന്നു പറഞ്ഞത്. സോ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക. 5 ചോക്ലേറ്റ്സ് 12 ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എത്ര വീതം കിട്ടും എന്നുള്ളതാണ് നമ്മൾ മൈൻഡിൽ എപ്പോഴും ക്ലൂ ആയിട്ട് വെക്കേണ്ടത്. സോ നമ്മളിവിടെ ന്യൂമറേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് തന്നെ ഡിനോമിനേറ്റർ കൺസിഡർ ചെയ്യുക. 12 11 17. സോ ഒരു ചോക്ലേറ്റ് 11 ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അല്ലേ കൂടുതൽ പോർഷൻ കിട്ടുക? ഓക്കെ, ബട്ട് നമ്മൾ അങ്ങനെ എപ്പോഴും രണ്ടെണ്ണൊക്കെ ആണെങ്കിൽ ഓക്കെ, അങ്ങനെ പറയാം. നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ നമ്പേഴ്സ് വരുമ്പോൾ എളുപ്പത്തിന് എന്ത് ചെയ്താൽ മതി? ആദ്യം ഈ ഡിനോമിനേറ്റേഴ്സ് ഒന്ന് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് നോക്കുക. 11 ലെസ് ദാൻ 12 ലെസ് ദാൻ 17 എന്ന് ആൻസർ കിട്ടും. ദെൻ നമ്മൾ അഗെയിൻ ചോക്ലേറ്റ്സിന്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. അപ്പൊ എന്ത് വരും? ഇവിടെ ഈ ലെസ് ദാൻ എന്നുള്ളത് നേരെ തിരിയും നമ്മൾ ഫ്രാക്ഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. സോ എന്ത് വരും? 5/11 ലെസ് ദാൻ മാറി ഗ്രേറ്റർ ദാൻ 5/12. കറക്റ്റ് ചെയ്യട്ടെ. 5/12 അഗെയിൻ ലെസ് ദാൻ മാറി ഗ്രേറ്റർ ദാൻ 5/11 എന്ന് വരും. റീസൺ ഇവിടെ നമ്മൾ ന്യൂമറേറ്റർ അല്ല ഇത് എടുക്കണേ, ഇത് ഡിനോമിനേറ്റർ ആണ്. സോ ഡിനോമിനേറ്റർ എടുക്കുമ്പോൾ അത് നേരെ സൈൻ മാറും. ലെസ് ദാൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആവും. സോ ഇവിടെ ആൻസർ 5/11 ഗ്രേറ്റർ ദാൻ 5/12 ഗ്രേറ്റർ ദാൻ 5/17 എന്ന് ആൻസർ വരും. ഓക്കെ, എക്സാമ്പിൾ 3 നമ്മൾ എടുത്തേക്കുന്ന 3 ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് 2/3, 4/5 ആൻഡ് 5/6. ഇവിടെ ന്യൂമറേറ്റേഴ്സും സെയിം അല്ല, ഡിനോമിനേറ്റേഴ്സും സെയിം അല്ല. സോ ഇങ്ങനെയുള്ള കേസസിൽ നമ്മൾ എങ്ങനെയായിരുന്നു കമ്പയർ ചെയ്യാൻ പഠിക്കാന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് LCM. സോ ഇവിടെ ഫസ്റ്റ് LCM കണ്ടുവെക്കാം. 3 5 ആൻഡ് 6 LCM കാണാൻ അറിയില്ലാത്തവർ ആ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ടൊന്ന് പഠിച്ചിട്ട് ഇതിലേക്ക് വരിക.
3, 5 and 6 എന്ന് പറയുമ്പോൾ 3ഉം 6ഉം 3യും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 3ൽ 3 1 ടൈം, 5ൽ 3 ഇല്ലാത്തത് കൊണ്ട് താഴേക്ക് എടുത്ത് എഴുതുക. 6ൽ 3 2 ടൈംസ്. എഗെയിൻ ഇത് എന്ത് ചെയ്യാൻ പറ്റും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1 5ൽ 5 1 ടൈം, 2ൽ ഇല്ലാത്തത് കൊണ്ട് 2 താഴേക്ക് എടുത്ത് എഴുതുക. ദെൻ 2 കൊണ്ട് 1 1 and 1 എന്ന് കിട്ടും. സോ LCM എന്ന് പറയുന്നത് എന്ത് കിട്ടും? 3 into 5 into 2 which is equal to 3 into 5 15, 15 into 2 30 ന്ന് LCM കിട്ടും. So LCM is equal to 30. Then next step എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഈ ഫ്രാക്ഷൻസ് എല്ലാം ഡിനോമിനേറ്റേഴ്സ്, അതായത് ഡിനോമിനേറ്റേഴ്സ് എല്ലാം നമ്മൾ ഈ LCMത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. So 2/3, 4/5 and 5/6 എല്ലാം ഡിനോമിനേറ്റർ 30യിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഡിനോമിനേറ്റർ 30. സോ ഇവിടെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ്? 3നെ ഇൻറ്റു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് 30 കിട്ടുക. സോ ഇവിടെ മേളിലും ഇൻറ്റു 10 വെച്ച് ചെയ്യുക. 2 into 10 എന്ന് പറയുമ്പോൾ 20 കിട്ടും. സോ 20/30 ന്ന് 2/3 നെ എഴുതാൻ പറ്റും. ദെൻ 5 into 6 ചെയ്താലാണ് 30 കിട്ടുക. സോ മേളിലും ഇൻറ്റു 6 ചെയ്ത് നോക്കുക. 6 into 4 എന്ന് പറയുന്നത് 24 കിട്ടും. സോ നമ്മുടെ ഫ്രാക്ഷൻ 24/30 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് 6 into 5 ആണ് 30. സോ മേളിലും ഇൻറ്റു 5 ചെയ്യുക. 5 into 5 25 എന്ന് ഫ്രാക്ഷൻ കിട്ടും. നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് എടുത്തെഴുതുക. സോ 20/30, 24/30 and 24/30 and 25/30. ഇപ്പൊ നമുക്ക് എല്ലാ ഡിനോമിനേറ്ററും സെയിം ആയല്ലോ. ഇനി എന്താണ് ഇതെന്ന് പറയുന്നത്? ലൈക്ക് ഫ്രാക്ഷൻസ് ആയിട്ട് കിട്ടി. സോ ലൈക്ക് ഫ്രാക്ഷൻസ് അറേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇതിന്റെയൊക്കെ ന്യൂമറേറ്റേഴ്സ് കൺസിഡർ ചെയ്യുക. സോ 20, 24 and 25. സോ നമ്മുടെ ഭാഗ്യത്തിന് ഇവിടെ എന്തായാലും സെയിം ഓർഡറിൽ തന്നെ കിട്ടിയേക്കണേ. അസെൻഡിങ് ഓർഡറിലാണ് കിട്ടിയേക്കണേ. ഏറ്റവും ചെറുത് 20, then 24 and 25. സോ നമുക്ക് ഈ ഫ്രാക്ഷൻസ് എങ്ങനെ എഴുതാൻ പറ്റും? 20/30 less than 24/30 less than 25/30. ഇങ്ങനെ എഴുതാലോ. നമ്മൾ ഇതിപ്പോ LCM കണ്ടുപിടിച്ചേക്കണ കാര്യങ്ങളാണ്. ഇനി എന്ത് ചെയ്യണം? ശരിക്കും തന്നേക്കണ ക്വസ്റ്റ്യനിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുക. സോ നമ്മൾ ഈ 20/30 നെ ഏത് കൊണ്ടായിരുന്നു എഴുതിയേക്കണേ? 2/3 നെയാണ് 20/30 എന്ന് എഴുതിയേക്കണേ. സോ 20/30 നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ 2/3 ലെസ് ദാൻ 24/30 എന്ന് പറയുന്നത് 4/5 ലെസ് ദാൻ 25/30 എന്ന് പറയുന്നത് 5/6. സോ നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 2/3 ലെസ് ദാൻ 4/5 ലെസ് ദാൻ 5/6. ഒന്നോടെ ഒന്ന് പറയാം. സോ ഫസ്റ്റ് നമ്മൾ എന്താ ഇവിടെ ചെയ്തേക്കണേ? LCM കണ്ടുപിടിച്ചു ഫസ്റ്റ് തന്നെ. അതായത് ഡിനോമിനേറ്റർ 3, 5 and 6ന്റെ LCM കണ്ടുപിടിക്കുമ്പോൾ 30 എന്ന് കിട്ടും. ദെൻ ഈ LCMത്തിലേക്ക് എല്ലാത്തിന്റെയും ഡിനോമിനേറ്റേഴ്സ് കൺവേർട്ട് ചെയ്യുക. 2/3 നമ്മൾ കൺവേർട്ട് ചെയ്തു, 4/5 കൺവേർട്ട് ചെയ്തു, 5/6ഉം കൺവേർട്ട് ചെയ്ത് കിട്ടണ ഫ്രാക്ഷൻസ് നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് ആണ് കിട്ടുക. ദെൻ ലൈക്ക് ഫ്രാക്ഷൻസ് എങ്ങനെയാണ് കമ്പയർ ചെയ്യണമെന്ന് ഓൾറെഡി അറിയാം. സോ അത് വെച്ചിട്ട് 20 ലെസ് ദാൻ 24 ലെസ് ദാൻ 25 എന്ന് പറയാൻ പറ്റും. ദെൻ അത് കഴിഞ്ഞിട്ട് അത് ഫ്രാക്ഷൻസിലേക്ക് 20/30 ലെസ് ദാൻ 24/30 ലെസ് ദാൻ 25/30 കിട്ടും. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ ഏത് ഓർഡറിലേക്കാണോ അതുപോലെ കൺക്ലൂഡ് ചെയ്യുക. therefore 12/3 ലെസ് ദാൻ 4/5 ലെസ് ദാൻ 5/6 എന്ന് എഴുതാൻ പറ്റും. സോ ഈ 3 എക്സാമ്പിൾസും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.